നന്ദേട്ടാ ഒന്നുമില്ല. നന്ദേട്ടാ എന്താ? അമ്മൂന് കുട്ടിക്കാലം മുതലേ ഉണ്ടോ ഈ അസുഖം? കുറച്ചായി. നോർമൽ അല്ലാന്ന് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. നോർമൽസി കുഴപ്പമൊന്നുമില്ല. ആര് പറഞ്ഞു നോർമൽ അല്ലാന്ന്? അച്ഛനും വേണുവിനും അറിയോ ഇക്കാര്യം? അവരൊന്നും പറഞ്ഞില്ല എന്നോട്. പറയാൻ മാത്രമൊന്നുമില്ല. മരുന്ന് കഴിക്കുന്നുണ്ട്. 4 കൊല്ലം തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചാൽ മാറുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കുറെ കാലമായിട്ട് കുഴപ്പമൊന്നുമില്ല. ഇന്നെന്തോ ഞാൻ ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കും. മരുന്നിന് 2 മാസം കൂടെ കഴിച്ചാൽ മതി. വേണുവിനോടും അച്ഛനോടും പറയാതിരുന്നത് ശരിയായില്ല. മനഃപൂർവ്വമല്ല, ഒക്കെ മാറുകയല്ലെന്ന് വിചാരിച്ചു. അതിനുള്ള സന്ദർഭം ഉണ്ടായില്ല. നീ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? നേരത്തെ പറയായിരുന്നു, പറയേണ്ടതായിരുന്നു. എന്റെ തെറ്റ് അല്ലേ? അതുകൊണ്ട് ഇപ്പൊ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? സുഖമില്ലാത്ത കുട്ടിയെ തലയിൽ കെട്ടിവെച്ചു എന്ന് പറഞ്ഞ ആരും ഒന്നും ആരുടെയും തല കെട്ടിവെച്ചിട്ടില്ല, വെക്കണമില്ല. ഗൗരി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമ്മൂന് വേണ്ടി ഞാൻ ഇതുവരെ ജീവിച്ചത്, ഇനി ജീവിക്കുന്നതും. അപ്പൊ വേണു എന്തെങ്കിലും മുടക്കം പറഞ്ഞാൽ? വേണു മുടക്കം പറയാണ്ട് നോക്കേണ്ടത് നമ്മുടെ ചുമതലയാ. നോക്ക്, ഇത് അത്ര വലിയ മഹാരോഗമൊന്നുമല്ല. കല്യാണം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നെങ്കിലോ അവൻ അവളെ ഉപേക്ഷിക്കോ? ഇതങ്ങനെയല്ലല്ലോ. നേരത്തെ ഒന്നും പറയായിരുന്നില്ലെന്ന് ചോദിക്കില്ല അവൻ? പറയാം, സാവധാനത്തിൽ പറയാം. നേരത്തെ പറയായിരുന്നു വേണ്ടിയിരുന്നു. ഞങ്ങൾ നിങ്ങളെ ചതിച്ചു, അതല്ലേ പറഞ്ഞു വരുന്നത്? അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ. നേരിട്ട് പറഞ്ഞില്ല, പക്ഷേ പറഞ്ഞില്ല, സൂചന ഉണ്ട്. എന്തായാലും വേണു അമ്മും തമ്മിലുള്ള വിവാഹം നടക്കണം. ഇതറിയുമ്പോ അത് നടന്നില്ലെങ്കിലോ? എന്താ, അമ്മുന്റെ കല്യാണം മുടക്കാനാണോ ഭാവം? ഞാനൊന്നും മുടക്കണില്ല നന്ദേട്ടാ. പക്ഷെ അറിഞ്ഞ സ്ഥിതിക്ക് അവനോടൊന്ന് പറയണ്ടേ? ഇനിയിപ്പോ ഇത് കൊട്ടി കൊടിച്ച് വഷളാക്കണ്ട. പറയാതിരുന്നാലാ ചിലപ്പോ വഷളാവുക. എന്നാ ചെന്ന് പറയും നിന്റെ പുന്നാര അനിയനോട്. എന്നിട്ട് അവൻ ഇതിന്ന് ഒഴിയട്ടെ. എന്റെ പെങ്ങള് മുടക്കാത്തിരക്കായിട്ട് കാലാകാലം ഇവിടെ കഴിഞ്ഞോട്ടെ. പിന്നെ എനിക്കിന്ന് ഒരു ജീവിതം ഇത്രയും കാലം ഒറ്റയ്ക്ക് കഴിഞ്ഞതല്ലേ? ഒച്ചയിടണ്ട. അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ല. കൽപ്പിക്കണ്ട എന്നോട്. പറയേ, പറയാതിരിക്കേ, എന്ത് വേണേ നിനക്ക് വരുന്ന പോലെ വരട്ടെ. വേണു ഈ കല്യാണത്തിന് സമ്മതിച്ചില്ല എന്ന് വെച്ചാൽ നന്ദേട്ട, മധു ഇത് കഴിയണതിന് മുമ്പ് പിരിയാനാണോ നമുക്ക് യോഗം? കേൾക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇതിലെ വന്നതല്ല. പക്ഷേ കേട്ടപ്പോ കേൾക്കണ്ടായിരുന്നില്ല തോന്നി. എന്താ തനിക്ക് പറ്റിയതെന്താ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. അന്ന് ഞാൻ ആവുന്നത്ര കയ്യും കാലും പിടിച്ച് പറഞ്ഞത് അവരോടെല്ലാം തുറന്നു പറയണമെന്ന്. അപ്പൊ നിങ്ങൾ എല്ലാം ചേർന്ന് മുടക്കി. ഇപ്പൊ കുറ്റം മുഴുവൻ എന്റെ. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. പക്ഷെ അതെന്താന്ന് എനിക്ക് അറിയേണ്ടത്. ഞാൻ ആരെ അവർക്കണ്ടേ? ഞാൻ കെട്ടിയ താലിയെ വിശ്വസിച്ച് എന്റെ കൂടെ ഇറങ്ങിപ്പോന്ന ഗൗരിയോ?